ക്രൂഡ് ഓയിൽ പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപമാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാക്കിയാണ് പെട്രോളിയവും അനുബന്ധ ഉൽപ്പന്നങ്ങളും വേർതിരിച്ചെടുക്കുന്നത്. കെറോസിൻ അതായത് മണ്ണെണ്ണ. മണ്ണെണ്ണയുടെ മറ്റൊരു പേരാണ് പാരഫിൻ. മണ്ണെണ്ണയുടെ ശുദ്ധമായ രൂപമാണ് പാരഫിൻ. ജെറ്റ് എഞ്ചിനുകളുടെ പ്രധാന ഇന്ധനമാണ് പാരഫിൻ. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ബ്യൂട്ടെയിൻ ദ്രവീകരിച്ച് കിട്ടുന്നതാണ് LPG. ബ്യൂട്ടെയിൻ. OPEC എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയാണ് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. OPEC. ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ബാരൽ. സ്റ്റേജസ് ഓഫ് കോൾ ഫോർമേഷൻ. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ച് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തിരിക്കാറുണ്ട്. കാർബണിൻ്റെ അംശം ഏറ്റവും ഉയർന്ന കൽക്കരി ഇനമാണ് ആന്ത്രസൈറ്റ്. അതായത് 94% മുതൽ 98% വരെ ഉണ്ട്. ബിറ്റുമിനസ്, അതുപോലെ തന്നെ ആന്ത്രസൈറ്റിൻ്റെ മറ്റൊരു കാര്യം കൂടെ, ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നതും ആന്ത്രസൈറ്റാണ്. ഏറ്റവും നിലവാരം കൂടിയത് ആന്ത്രസൈറ്റാണ്. അടുത്തതായി ബിറ്റുമിനസ്. കൽക്കരിയിൽ കാർബണിൻ്റെ ശതമാനം 78 മുതൽ 86 വരെ ശതമാനം ആണ് ബിറ്റുമിനസിലുള്ളത്. 28 മുതൽ 30% വരെ കാർബൺ അടങ്ങിയ കൽക്കരി ഇനമാണ് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നതും ലിഗ്നൈറ്റ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രസിദ്ധമാണ്. കാർബണിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ വകഭേദമാണ്. കാർബണിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ വകഭേദമാണ് പീറ്റ്, 27% വരെ. കൽക്കരിയുടെ രൂപപ്പെടലിലെ ആദ്യ ഘട്ടമായി കരുതപ്പെടുന്നതും പീറ്റിനെയാണ്.